I find it easier to remain with the I when I am in crowded places than when I am alone, as more thoughts tend to arise when I am alone. തിരക്കേറിയ സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ എനിക്ക് ഞാൻ എന്ന ബോധത്തിൽ നിലകൊള്ളാൻ എളുപ്പത്തിൽ കഴിയുന്നു എന്ന് പറയുകയാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ കൂടുതൽ ചിന്തകൾ ഉയർന്നു വരുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഓഫീസിലും മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും എനിക്കൊരു വിഷമവുമില്ല. എനിക്ക് നന്നായിട്ട് ഐ എന്ന പോയിന്റിലേക്ക് തിരിയാൻ കഴിയുന്നുണ്ട്, വിചാരം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ കണ്ടമാനം ചിന്തകൾ വരികയാണ്. അപ്പോൾ അതിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഐ ഓൾസോ ഫൈൻഡ് ആത്മവിചാര മോർ ചാലഞ്ചിങ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വേക്കിംഗ് അപ്പ് ദാൻ അറ്റ് അതർ ടൈംസ്. ഉണർന്നുടൻ ചെയ്യാൻ കുറച്ച് വിഷമമെന്നാണ് പറയുന്നത്, മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച്. എഡീഷണലി ഐ കണ്ടിന്യൂ ടു ക്യാരി എ സെൻസ് ഓഫ് റിഗ്രറ്റ് ഓവർ എ റോങ് ഡിസിഷൻ ഐ മെയ്ഡ് ഇൻ മൈ ലൈഫ്. കൂടാതെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഒരു തെറ്റായ തീരുമാനത്തെ ചൊല്ലിയുള്ള പശ്ചാത്താപം, റിഗ്രറ്റ്, ഇപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ചോദ്യത്തിലുള്ളത്. 1, ക്രൗഡഡ് പ്ലേസ് ആൻഡ് ലോൺലി പ്ലേസ്, അതിൽ വിചാരം ചെയ്യുന്നതിൻ്റെ വ്യത്യാസം. 2, എഴുന്നേറ്റ ഉടൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. 3, ഒരു പഴയ ഡിസിഷൻ എടുത്തത് തെറ്റായിപ്പോയി എന്ന ഒരു റിഗ്രറ്റ്. ആദ്യത്തെ പാർട്ടിലേക്ക് പോകാം. ക്രൗഡഡ് പ്ലേസ് ആൻഡ് ലോൺലി പ്ലേസ്. ക്രൗഡഡ് പ്ലേസ്, തിരക്കുള്ള സ്ഥലം, ആളുകളുള്ള സ്ഥലം. ലോൺലി പ്ലേസ്, ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ വ്യത്യാസം? പുറത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. സെൽഫിൽ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ക്രൗഡഡ് പ്ലേസിലായാലും ലോൺലി പ്ലേസിലായാലും ഞാൻ എന്ന സത്വസ്തുവിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ അനുഭവം അതല്ല. അനുഭവം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ചോദ്യം ഉയർന്നു വന്നത്, അല്ലേ? ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ എനിക്ക് ആത്മാവിലേക്ക് തിരിയാൻ എളുപ്പമായി തോന്നുന്നു, മറ്റൊരു സ്ഥലത്ത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ഇതാണ് ചോദ്യത്തിൽ പറയുന്നത്. നമുക്ക് ആത്മാവിലേക്ക് തിരിയാൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചത് എന്താണ്? നെഗേഷനാണ്, അല്ലേ? നിഷേധ പ്രക്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ബിക്കോസ് ബിഫോർ റീച്ചിങ് ദി ഐ, ഞാൻ എന്ന ഫസ്റ്റ് പേഴ്സണിലേക്ക് തിരിയുന്നതിന് മുമ്പ് ഞാൻ അല്ലാത്ത എല്ലാത്തിനെയും മാറ്റി നിർത്തണം. അതാണ് നിഷേധ പ്രക്രിയ. വിവേകം നമ്മൾ പഠിച്ചു. വിവേകം എന്ന് പറഞ്ഞതാ സത്യം, മിഥ്യ, ഇത് രണ്ടും വേർതിരിച്ചറിയാനുള്ള കഴിവാണ്. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? റിയാലിറ്റി എന്താണ്? ഐ. മിഥ്യ എന്താണ്? സംതിങ് ദാറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൾ ദ ടൈം, എല്ലായ്പ്പോഴും ഇല്ലാത്തതാണ് മിഥ്യ. ചോദ്യത്തിൽ പറയുന്നു ക്രൗഡഡ് പ്ലേസിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ക്രൗഡഡ് പ്ലേസിൽ ഞാനുണ്ടോ? ഞാനുണ്ട്. ലോൺലി പ്ലേസിലോ? ഞാനുണ്ട്. പക്ഷേ ക്രൗഡഡ് പ്ലേസിൽ ലോൺലിനെസ് ഇല്ല, ലോൺലി പ്ലേസിൽ ക്രൗഡുമില്ല. പക്ഷേ ഈ 2 സ്ഥലങ്ങളിലും കോമൺ ആയിട്ടുള്ളൊരു സാധനമുണ്ട്. എന്താണത്? ദാറ്റ് ഈസ് ദി ഐ. അതാണ് വിവേക. അപ്പോൾ സ്ഥലങ്ങളല്ല ഇവിടെ മുഖ്യം, ഞാൻ ആണ് മുഖ്യമെന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും തരത്തിൽ ലോകം നമ്മുടെ ദൃഷ്ടിയിൽ പെട്ട് കഴിഞ്ഞാൽ മനസ്സിലായാലും മതി. വിചാരത്തിലേക്ക് വരുമ്പോൾ അതൊരു ഒബ്സ്റ്റക്കിളായിട്ട് മാറും. ഇവിടെ വേൾഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേൾഡ് മാത്രമാണോ? അല്ല. ഫിസിക്കൽ വേൾഡും മെൻ്റൽ വേൾഡും രണ്ടും വേൾഡ് തന്നെയാണ്. നമുക്ക് ഞാൻ എന്ന വസ്തുവിലേക്ക്, ഫസ്റ്റ് പേഴ്സണിലേക്ക് പോകുമ്പോൾ ഫിസിക്കൽ വേൾഡ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ആഗിരണം ചെയ്തെടുക്കുന്ന ലോകവും, അതാണ് സെക്കൻഡ് പേഴ്സൺ. അതുപോലെ തേർഡ് പേഴ്സൺ മെൻ്റൽ ഓബ്ജക്റ്റ്, മനസ്സിൽ നിന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വിഷയങ്ങളും ചിന്തകളും തേർഡ് പേഴ്സൺ. ഇത് രണ്ടും ലോകങ്ങളാണ്, ഇത് രണ്ടും ഒബ്സ്റ്റക്കിൾസാണ്. ഈ രണ്ടിലും നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്തരുത്. ഈ രണ്ടിൽ നിന്നും നമ്മൾ മനസ്സിനെ പിൻവലിച്ച് ഫസ്റ്റ് പേഴ്സണിലേക്ക് കൊണ്ടുപോകണം. ഫസ്റ്റ് പേഴ്സണാണ് ഐ, ദ ഈഗോ, അല്ലേ? സോ വി മസ്റ്റ് ടേക്ക് അവർ അറ്റൻഷൻ എവേ ഫ്രം ദ വേൾഡ്. അതിനാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. അതാണ് ഡിറ്റാച്ച്മെൻറ്റ്. ആൻഡ് കീപ് ദ ഫോക്കസ് ഓൺ ദി ഐ. ഞാൻ എന്ന സത്വസ്തുവിൽ മാത്രം ശ്രദ്ധ ഉറപ്പിച്ച് വെക്കണം. ആ സത്വസ്തു ക്രൗഡഡ് പ്ലേസിലും ഉണ്ട്, ഒറ്റയ്ക്കിരിക്കുമ്പോഴുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞു ക്രൗഡഡ് പ്ലേസസിൽ എനിക്ക് സെൽഫ് അവെയർനെസ് ഈസിയാണ് എന്ന്. സാധാരണക്കാർക്ക് പറ്റാത്തൊരു കാര്യമാണ്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അതിനർത്ഥം നെഗേഷൻ ക്രൗഡഡ് പ്ലേസിൽ പെട്ടെന്ന് നടക്കുന്നു എന്നാണ്. ശരിയല്ലേ? ലോൺലി ആയിരിക്കുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. കുറേ ആളുകളുള്ള സമയത്ത്, പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് കണ്ടമാനം ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് ലോകത്തെ നെഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നിട്ട് എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വിചാരത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ അത് പറ്റുന്നില്ല. അതാണ് കാര്യം. ഇനി ക്രൗഡഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ എ ക്രൗഡ്? ക്രൗഡ് എന്ന് പറഞ്ഞാൽ മെനി ഫിസിക്കൽ ബോഡീസ്, കുറേ ശരീരങ്ങൾ, അല്ലേ? ആരാണ് ഈ ശരീരങ്ങളെയെല്ലാം അനുഭവിക്കുന്നത്? ഹൂ ഈസ് എക്സ്പീരിയൻസിങ് ദ ക്രൗഡ്? ഐ ആം എക്സ്പീരിയൻസിങ് ദ ക്രൗഡ് വിത്ത് മൈ ഫിസിക്കൽ ബോഡി. ശരിയല്ലേ?
ഞാൻ ഉറക്കത്തിലാണെങ്കിൽ എനിക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല ഈ ലോകത്തെ. ഞാൻ ഉണർന്നിരിക്കുന്നതായത് കാരണം ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നൽ ഉള്ളപ്പോൾ എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്, അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മാർഗത്തിൽ നമ്മൾ പഠിച്ചു ഞാൻ ശരീരമല്ല എന്നല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നെഗേറ്റ് ചെയ്യണം ഫിസിക്കൽ ബോഡിയെ. ഈ ചോദ്യത്തിൽ പറയുന്നു എനിക്ക് ക്രൗഡഡ് പ്ലേസസിൽ എളുപ്പം ഉള്ളിലേക്ക് തിരിയാൻ പറ്റുന്നുണ്ട്. അതിനർത്ഥം എന്താ? നെഗേഷൻ ഓഫ് ഫിസിക്കൽ ബോഡി ഈസ് കമ്മിങ് ഈസിലി. ഞാൻ ഈ സ്ഥൂല ശരീരമാണ് എന്ന തോന്നൽ കുറവാണ് എന്നാണ് അർത്ഥം. ക്രൗഡഡ് പ്ലേസിൽ എനിക്ക് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ ഫിസിക്കൽ ബോഡിയാണ് എന്ന ധാരണ എനിക്ക് കുറഞ്ഞു വന്നിരിക്കുന്നു, വിച്ച് ഇസ് വെരി ഗുഡ്. കാരണം ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാണല്ലോ, ഞാൻ ഈ ശരീരമാണ് എന്ന തോന്നൽ ഇല്ലാതെയാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. യു ഹാവ് കം ഔട്ട് ഓഫ് ദ ബിലീഫ് ദറ്റ് യു ആർ ദ ഫിസിക്കൽ ബോഡി. അതുകൊണ്ട് നെഗേഷൻ ഓഫ് ദ വേൾഡ് കംസ് ഈസി. ആ ഒരു സമയത്ത് ടേണിംഗ് വിത്തിൻ ഹാപ്പൻസ് ക്വിക്ക്ലി. പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വെൻ യു ആർ എലോൺ, ആക്റ്റീവായിട്ടുള്ള ലോകം മുന്നിലുണ്ടോ? ഇല്ല. വേൾഡ് ഉണ്ട് കേട്ടോ, കാരണം ഉറങ്ങിയിട്ടില്ലല്ലോ. പക്ഷേ ആക്റ്റീവ് അല്ല. ആ വേൾഡ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് പാസീവ്. പാസീവ് എന്ന് പറയാൻ കാരണം അത് അറിയപ്പെടുന്ന ഒരു ലോകമാണ് അല്ലേ. ഇറ്റ് ഈസ് എ നോൺ വേൾഡ്, ഒരു ഫെമിലിയർ ആയിട്ടുള്ള ലോകമാണ്, പരിചയമുള്ള ലോകമാണ്, അറിയുന്ന ലോകമാണ്, എൻ്റെ വീടാണ്, എൻ്റെ പേഴ്സണൽ സ്പേസാണ്, എൻ്റെ കുടുംബമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അപരിചിതർ അവിടെയില്ല, സ്ട്രേഞ്ചേഴ്സ് അവിടെയില്ല. സോ ദെയർഫോർ വി ക്യാൻ കോൾ ഇറ്റ് പാസീവ് വേൾഡ്. വേൾഡ് ഇസ് ലെസ് ആക്റ്റീവ്. വേൾഡ് ഉണ്ടെങ്കിലും ഇറ്റ് ഇസ് ലെസ് ആക്റ്റീവ്. പിന്നെന്താ അവിടെ ആക്റ്റീവായിട്ടുള്ളത്? ദ മൈൻഡ് ഇസ് ആക്റ്റീവ്. ഫിസിക്കൽ വേൾഡ് ഇസ് നോട്ട് വെരി ആക്റ്റീവ്, ബട്ട് ദ മൈൻഡ് ഇസ് മോർ ആക്റ്റീവ്. അതായത് ഞാൻ മനസ്സാണ് എന്ന തോന്നൽ അവിടെ ആക്റ്റീവാണ് എന്നർത്ഥം. ഞാൻ ശരീരമാണ് എന്ന തോന്നലിൽ നിന്ന് മറികടക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ മനസ്സാണ് എന്ന തോന്നലിൽ നിന്ന് മറികടക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഈ അനുഭവം. ഇൻ്റലക്ച്വൽ ലെവലിൽ എനിക്കറിയാം, യു നോ യു ആർ നോട്ട് ദ മൈൻഡ്, ബട്ട് അനുഭവ തലത്തിൽ അത് ഉറച്ചിട്ടില്ല. അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ചിന്തകൾ വരും. ഒറ്റയ്ക്കിരിക്കുമ്പോഴായി പറയുന്നത്. തോട്ട്സ് വരും. മൈൻഡ് ആക്റ്റീവാണ്. അതിനെ നമുക്ക് പെട്ടെന്ന് നെഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഞാൻ തന്നെ മനസ്സായിട്ട് ഇവിടെ ഇരിക്കുകയാണേ. ഞാൻ മനസ്സായിട്ടിരിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് മനസ്സിനെ എന്നിൽ നിന്നൊന്ന് പിടിച്ചു മാറ്റി നെഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഐ ഡോണ്ട് ഫീൽ ഐ എം ദ ബോഡി, ദെയർഫോർ എനിക്ക് ഈസിലി നെഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രൗഡഡ് പ്ലേസിൽ എനിക്ക് തിരിയാൻ സാധിക്കുന്നുണ്ട്. ലോൺലി പ്ലേസ് ആകുമ്പോൾ ഐ ഫീൽ ഐ എം ദ മൈൻഡ്. അപ്പോൾ ചിന്തകൾ എന്നെ വന്നിട്ട് ശല്യം ചെയ്യുമ്പോൾ എനിക്ക് വിചാരിച്ചതുപോലെ ആകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ വേണ്ടത് ഇവിടെ? ഒരു സജഷൻ, പ്രാക്ടീസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രാക്ടീസിന് പറ്റിയൊരു കൺഡ്യൂസീവായിട്ടുള്ള സ്പേസ് കണ്ടെത്തിയാലേ പറ്റൂ. ചിലർക്ക് രാവിലെ ആയിരിക്കാം, ചിലർക്ക് ഉച്ചയ്ക്ക്, ചിലർക്ക് രാത്രി, ചിലർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവും, ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും. ഒരു കൺഡ്യൂസീവ് സ്പേസ് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വിചാരത്തിലൂടെ ഞാൻ ആത്മാവാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ മനസ്സല്ല, ഇന്ദ്രിയങ്ങളല്ല, ബുദ്ധിയല്ല എന്നൊക്കെ ഉറപ്പിക്കണമെങ്കിൽ എനിക്ക് കൺഡ്യൂസീവായിട്ടുള്ള സ്പേസിലിരുന്നു കൊണ്ട് ആത്മാവിലേക്ക് തിരിയാൻ സാധിക്കണം. മേ ബി ഗോഡ് അല്ലെങ്കിൽ ഈശ്വര ഈസ് ടെല്ലിങ് യു നോട്ട് ടു അവോയ്ഡ് പ്ലേസസ് ക്വിക്ക്ലി. അതായത് ക്രൗഡഡ് പ്ലേസസ് പെട്ടെന്ന് ഒഴിവാക്കണ്ട എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരൻ പറയുന്നതായിരിക്കാം ഇത്. മേ ബി ഇറ്റ് ഈസ് ടെല്ലിങ് യു ഇറ്റ് ഈസ് നോട്ട് യെറ്റ് ടൈം ഫോർ സഡൻ വിഡ്രോവൽ. അപ്പോൾ ലോൺലി പ്ലേസിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ വർക്കൗട്ട് ആകില്ല എന്ന തോന്നൽ വരുത്താൻ വേണ്ടിയിട്ട് ദൈവം തന്നെ നോക്കണം. നമ്മൾ ഈ പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ ദ സെൽഫ് ഇസ് വെരി വെരി പ്രൊട്ടക്റ്റീവ് ഓഫ് അസ്. നമുക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ചില വിഡ്രോവൽസ് ദോഷമായിട്ട് വരുന്നു എന്ന് സെൽഫിന് ബോധ്യപ്പെട്ടാൽ, അതായത് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ അതിനുള്ള എല്ലാ നടപടികളും നടന്നിരിക്കും. അതങ്ങനെയാണ്. അപ്പോൾ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള വിഡ്രോവൽ ചിലപ്പോൾ നമുക്കൊരു ഒബ്സ്റ്റക്കിളായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയുമായിരിക്കുക, എനിക്ക് ക്രൗഡ് പ്ലേസ് ഒന്നും വേണ്ട, എനിക്കിഷ്ടമല്ല എന്ന് പറയാമെന്ന് വിചാരിക്കുക. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് സാക്ഷാത്കാരം വേണം എന്ന് പറയാച്ചാൽ നമുക്ക് ലോകത്തോടൊരു വെറുപ്പ് വന്നതുപോലെ അല്ലേ. ആ വെറുപ്പ്, ആ ഡിസ്ലൈക്കിന് ദ്വേഷ എന്നാണ് പറയുക. രാഗദ്വേഷങ്ങൾ രണ്ടും ദോഷമാണ് ആത്മവിചാരത്തിൽ. കൂടുതൽ ഇഷ്ടവും അനിഷ്ടവും രണ്ടും ഒരുപോലെ ദോഷമാണ്. അപ്പോൾ വിചാരത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് ഒന്നിനോടും ഒരു കൂടുതലായിട്ടുള്ള ഇഷ്ടവും പാടില്ല, ദ്വേഷവും പാടില്ല. ഇതിനെക്കുറിച്ച് യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ സൂത്രത്തിൽ പറയുന്നുണ്ട്, അവിദ്യ അസ്മിത രാഗദ്വേഷ അഭിനിവേശ ക്ലേശ എന്ന്. അവിദ്യ എന്ന് പറഞ്ഞാൽ ഇഗ്നറൻസ് ആണ്, അജ്ഞതയാണ്. അതായത് നമുക്കറിയില്ല
ഏതാണ് സത്യം എന്നറിയില്ല. അതാണ് അജ്ഞത. അസ്മിത എന്ന് പറഞ്ഞാൽ ഈഗോ. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ് എന്ന തോന്നൽ, അതാണ് അസ്മിത. രാഗ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻ്റാണ്. എന്തിനോടെങ്കിലും കൂടുതലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ദ്വേഷ എന്ന് പറഞ്ഞാൽ എവർഷനാണ്, ഡിസ്ലൈക്കാണ്. അഭിനിവേശ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലിങ്ങിങ് ടു ലൈഫ്. കൂടുതൽ കാലം എനിക്ക് ജീവിക്കണം, വില്ലിങ്നെസ് ടു ലിവ്, ഇതെല്ലാം അഭിനിവേശമാണ്. രാഗദ്വേഷ, അറ്റാച്ച്മെൻറ്റ് ആൻഡ് എവേർഷൻ, അത് നമുക്ക് ഇക്വാനിമിറ്റി ഇല്ല, സമചിത്തതയില്ലായ്മയാണ്, സമഭാവം ഇല്ലാത്ത അവസ്ഥ. ക്ലേശ എന്ന് അവസാനം പറഞ്ഞു. ക്ലേശ എന്ന് പറഞ്ഞാൽ ഇംപെഡിമെൻ്റ് എന്നാണ്, തടസ്സം, വിഘ്നം. ക്ലേശ എന്ന് പറഞ്ഞാൽ സഫറിങ് എന്നും അർത്ഥമുണ്ട്, ദുഃഖത്തിന് കാരണം. അതായത് അവിദ്യ ദുഃഖത്തിന് കാരണമാണ്, ഈഗോ ദുഃഖത്തിന് കാരണമാണ്, രാഗദ്വേഷങ്ങൾ ദുഃഖത്തിന് കാരണമാണ്. അതുപോലെ തന്നെ ക്ലിങ്ങിങ് ടു ലൈഫ്, അഭിനിവേശ, ഇതും ദുഃഖത്തിന് കാരണമായി വരും. യോഗസൂത്രമായത് കാരണം യോഗയ്ക്ക് തടസ്സമായി വരും. യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മളായി നിലകൊള്ളുന്ന അവസ്ഥ, സെൽഫ് റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷനിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷ, അഭിനിവേശ, ഈ 5 എണ്ണവും നമുക്കൊരു ഇംപെഡിമെൻറ്റ്, തടസ്സമായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അനിത്യമായ അനാത്മാവിനെ ഞാൻ എന്ന് കരുതുന്നത് അവിദ്യ. അതാണ് ഫസ്റ്റ് വൺ. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ് എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയ ക്ലേശങ്ങളുണ്ടാക്കും. ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ വിഷമിക്കും, അല്ലേ? ശരീരത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കണം. മനസ്സ് ഞാനാണ് എന്നത് ഓവർകം ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിൽ ഞാൻ ശരീരമാണ് എന്ന അവിദ്യയിൽ നിന്നും ഓവർകം ആയിട്ടുണ്ട്. അതാണ് ക്രൗഡഡ് പ്ലേസിൽ എനിക്ക് തിരിയാൻ പറ്റുന്നത്. പക്ഷേ മനസ്സിൽ നിന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ ക്രൗഡഡ് പ്ലേസിലൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അത്രയും വിചാരം നടക്കുമല്ലോ, മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ മൈൻഡ് സൈലൻസ്ഡ് ആകും. അപ്പോൾ സ്ഥിരമായി നമ്മൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പെരുമാറുന്ന സമയത്ത് പ്രാക്ടീസ് ഓട്ടോമാറ്റിക്കായിട്ട് സട്ടിലായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡീപ്പനിങ് വളരെ സ്വാഭാവികമായിട്ട് വരും. ഒറ്റയ്ക്കിരുന്ന് ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനെ ബൈപ്പാസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ബൈപ്പാസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ സോളിഡായിട്ട് വേൾഡ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി തിരിയാൻ പറ്റുമ്പോൾ മനസ്സിനെ ബൈപ്പാസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളുള്ളിലേക്ക് തിരിക്കുന്നത്. പക്ഷേ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ചിന്തകൾ കൂടുതൽ വരുമ്പോൾ അത് പറ്റുന്നില്ല. കാരണം അവിടെ സോളിഡായിട്ടുള്ളൊരു വേൾഡ് ഇല്ല, ആക്റ്റീവായിട്ടുള്ളൊരു വേൾഡ് ഇല്ല. അപ്പോൾ നമുക്ക് വിഷമമായിട്ട് വരികയാണ്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ സാധന പിന്നീട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടും ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റേജിലെത്തും. അപ്പോൾ നമ്മൾ വേൾഡിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രൗഡിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് ആർക്കും ദോഷമില്ലാത്ത രീതിയിലായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ മനസ്സ് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ളൊരു കാരണം, രണ്ടാമത്തെ പാർട്ട് ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ അത്? വേക്കിംഗ് അപ്പ് ആൻഡ് അതർ ടൈംസ്. ഉണർന്നാലുടൻ എനിക്ക് വിചാരം ചെയ്യാൻ വിഷമമുണ്ട്, വെല്ലുവിളിയാണെന്ന് പറഞ്ഞു. മറ്റുള്ള സമയങ്ങളിൽ അത്രയും ചാലഞ്ചിങ് അല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഇത്? രാവിലെ എഴുന്നേറ്റ ഉടനെ ഐ ആം ദ മൈൻഡ് എന്ന തോന്നൽ കൂടുതൽ വരുന്നുണ്ടായിരിക്കാം. എങ്ങനെ വരിക? ചിലപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. രാത്രി സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ സ്വപ്നത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് നമ്മൾ ജാഗ്രതയിലേക്ക് വരുന്നുണ്ടാവുക. ശരിയല്ലേ? ചിലപ്പോൾ നമ്മൾ സ്വപ്നം മറന്നുപോയിട്ടുണ്ടാവും, ബട്ട് ഇറ്റ് ഇസ് ദെയർ ഇൻ ദ മൈൻഡ്. അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലുണ്ട്. അപ്പോൾ മനസ്സവിടെ ആക്റ്റീവാണ്. അങ്ങനെ വരുമ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ പറ്റുന്നില്ല. ഓൾറെഡി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വപ്നത്തിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടെ വരുമ്പോൾ മനസ്സ് വീണ്ടും ആക്ടിവേറ്റഡായി, അപ്പോൾ പറ്റുന്നില്ല. ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു മൂവി തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു മൂവി ആയിരുന്നു വിചാരിക്കുക, പിന്നെ നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് വല്ലാതെ, ചില സിനിമകൾ ഹോണ്ട് ചെയ്യും, ചില സിനിമകൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ആ ഡ്രീം എഫക്റ്റാണ്. അപ്പോൾ എന്താ വേണ്ടത്? രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യണം എന്നുണ്ട് എങ്കിൽ പ്രാണ ആകുന്ന ബ്രിഡ്ജ് ഉപയോഗിച്ചാൽ മതി ടു കം ഔട്ട് ഓഫ് ദിസ് പ്രോബ്ലം. പ്രാണ എന്ന് പറഞ്ഞാൽ ബ്രെത്താണല്ലേ. രമണ മഹർഷി പറയുന്നുണ്ടല്ലോ, വെൻ ദ മൈൻഡ് ബിക്കംസ് ക്യൂസൻറ്റ് ദ ബ്രെത്ത് ഇസ് കൺട്രോൾഡ്. ഹുവമയിൽ പറയുന്നുണ്ട്, വെൻ ദ ബ്രെത്ത് ഇസ് കൺട്രോൾഡ് ദ മൈൻഡ് ബിക്കംസ് ക്യൂസൻറ്റ്. മനസ്സ് ശാന്തമല്ല, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. കാരണം സ്വപ്നങ്ങളുടെ ഇഫക്റ്റ്, മനസ്സിൻ്റെ ഒരു തള്ളിച്ച. അപ്പോൾ അത് മാറിക്കിട്ടാൻ എന്താ വേണ്ടത്? മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നല്ലത് ശ്വാസമാണ് എന്ന് പറയുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ആത്മവിചാരത്തിലേക്ക് പോകുന്നതിന് പകരം പ്രാണായാമം ചെയ്യാം. പ്രാണായാമം ചെയ്യുമ്പോൾ മൈൻഡ് സൈലൻസ്ഡ് ആകും. ഡീപ്പ് ബ്രെത്തുള്ള പ്രാണായാമമൊക്കെ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ പോലെ ബ്രീത്തിങ് പാറ്റേൺ നോക്കി ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ശ്വാസം മാത്രം ശ്രദ്ധിക്കുക.
ആ സമയത്ത് മൈൻഡ് സൈലൻസ്ഡ് ആകും. ഈവൺ ഡ്രീം എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. അപ്പോൾ നമുക്ക് എൻക്വയറി ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ മനസ്സ് കാമായിരിക്കും. സ്ലോലി ഈ പ്രോസസ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ദുസ്വപ്നങ്ങളും കുറഞ്ഞു വരും. കാരണം അതെല്ലാം മനസ്സിൽ തന്നെയാണുള്ളത്. അപ്പോൾ ആ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡിയാകും. ഈ മനസ്സിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഇത്രയും പറയാനുള്ള കാരണം തേർഡ് പാർട്ടിലൊരു ചോദ്യമുണ്ട്. റിഗ്രറ്റ് ഓവർ റോങ് ഡിസിഷൻ. ഞാനൊരു തീരുമാനമെടുത്തു, മുമ്പെപ്പോഴോ എടുത്തതാണ്, പക്ഷേ അതാലോചിക്കുമ്പോൾ എനിക്ക് പശ്ചാത്താപം തോന്നുന്നു അല്ലേ. കാരണം എന്താ? യു ഫീൽ യു ആർ ദ സെയിം പേഴ്സൺ. മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ഓരോ തീരുമാനം എടുക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. ആ നിമിഷത്തിൽ, ഇപ്പോഴല്ല കേട്ടോ, 5 വർഷം മുന്നേ ആണെങ്കിൽ 5 വർഷം മുന്നേ ഞാനെടുത്ത തീരുമാനത്തിലൊരു കാരണമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലുതായി, നമ്മൾ കുറച്ചുകൂടെ മെച്യൂർഡായി. അപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ വി ഫീൽ ബാഡ്. എന്താ കാരണം? ബിക്കോസ് യു ഫീൽ യുവർ ദ മൈൻഡ്. അപ്പോൾ വീണ്ടും എല്ലാ ചോദ്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാണ് വിഷയമുള്ളതെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അന്നെടുത്ത തീരുമാനം മോശമായി എന്ന് ഇപ്പോൾ പറയാൻ പാടില്ല. അന്ന് ദൈവം പ്രേരിപ്പിച്ചിട്ടാണ് ഞാൻ ആദ്യം ഡിസിഷൻ എടുത്തതെന്ന് പറയണം. ഗോഡ് വാണ്ടഡ് യു ടു ടേക്ക് ദറ്റ് ഡിസിഷൻ. എന്തിന്? ഐ ഡു നോട്ട് നോ. ഓൺലി ഗോഡ് നോസ്. സോ ഗോഡ് വാണ്ടഡ് യു ടു ടേക്ക് ദറ്റ് ഡിസിഷൻ ആൻഡ് യു ടുക്ക് ദറ്റ് ഡിസിഷൻ. അത്രേ ഉള്ളൂ. ഞാനൊരു ഉപകരണമായി മാറി. ദൈവത്തിൻ്റെ ആ തീരുമാനം എൻ്റെ ഈ ശരീര മനസ്സ് ഉപയോഗിച്ചെടുക്കാൻ. ഇപ്പോൾ ഞാൻ ആ തീരുമാനത്തെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ തീരുമാനം എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നത് പോലെയല്ലേ ആകും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ഇഗ്നറൻസ്, അജ്ഞാനം കൊണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പഴയ ഒരു ഡിസിഷനിലും നമുക്ക് റിഗ്രറ്റ്ഫുൾ ഫീലിംഗ് ഒന്നും വേണ്ട. കാരണം ആ റിഗ്രറ്റ്ഫുൾ ഫീലിംഗ് നമ്മുടെ മനസ്സിനെ കൂടുതൽ കലുഷിതമാക്കുകയും റിയലൈസേഷന് അതൊരു ഒബ്സ്റ്റക്കിളായിട്ട് മാറുകയും ചെയ്യും. ഇന്ന് മുതൽ നമ്മൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. അത് ചെയ്യാലോ. ബിക്കോസ് ഐ ആം മോർ മെച്യൂർ നൗ. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ വിചാരത്തിലേക്ക് കടക്കുകയാണ് വേണ്ടത്. റിഗ്രറ്റ്ഫുൾ ഫീലിംഗ് നമ്മളെ എവിടേക്കും കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കുന്നില്ല. പകരം എന്ത് വേണം? ആ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സോഴ്സിലേക്ക് തിരിയും. എവിടെ നിന്നാണ് വന്നത്? ആർക്കാണ് ഉണ്ടായത്? അങ്ങനെയാണ്. അപ്പം മനസ്സാണ് ഇവിടെ വിഷയം. ആ മനസ്സ് വിഷയമായത് കാരണമാണ് എല്ലായിടത്തും മനസ്സിൻ്റെ ഇഫക്റ്റ് കാണുന്നത്, അല്ലേ? അപ്പോൾ മനനം ചെയ്യണം, നിധിധ്യാസനം ചെയ്യണം. കാരണം മനസ്സിലുള്ള വിഷയം പുറത്തോട്ട് പോകണമെങ്കിൽ ഇഗ്നറൻസ് നീങ്ങണം. മനസ്സിനെ ഇല്ലാതാക്കണം. മനസ്സിനെ ഇല്ലാതാക്കുന്നതിനാണ് മനോനാശ എന്ന് പറയുന്നത്. മനോനാശം സംഭവിക്കുമ്പോൾ റിഗ്രറ്റ് ഉണ്ടാവില്ല. മനോനാശം സംഭവിക്കുമ്പോൾ ക്രൗഡിലിരുന്നിട്ടും ഒറ്റയ്ക്കിരുന്നിട്ടും നമുക്ക് വിചാരം ചെയ്യാൻ കഴിയും. മനോനാശം സംഭവിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ, ഉച്ചയ്ക്കായാലും രാത്രിയായാലും 3 സമയങ്ങളിലും ഒരുപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സഫറിങ് ഉണ്ടാവുകയില്ല. ഇതൊക്കെ ആയാലും നമുക്ക് പലതൊക്കെ ആലോചിക്കാൻ പറ്റും കേട്ടോ. പഴയ ഡിസിഷൻ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നമ്മളെടുത്ത തീരുമാനം കാരണം ആരെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ ദ ഭാവം ഓഫ് സഫറിങ് വിൽ നോട്ട് ബി ദെയർ. അതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവുക, യെസ്, ഈശ്വരനാണ് അത് ചെയ്യിച്ചത്. ഞാനൊരു ഉപകരണം മാത്രമായിരുന്നു. ഞാനെന്ന വ്യക്തിയില്ലല്ലോ അവിടെ. അങ്ങനെയാണ് നമ്മളിൽ നിന്നും പുറത്ത് കിടക്കുക. സോ ദാറ്റ് ഇസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ.